11 ചെറിയ പ്രണയകഥകൾ. അതാണ് ന്യൂയോർക്ക് ഐ ലവ് യു എന്ന ചലച്ചിത്രം. രസകരമായ ചലച്ചിത്രത്തിന്റെ കഥ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? കഥയെ ആരംഭിക്കുന്നത് തിരക്കേറിയ ന്യൂയോർക്ക് നഗരത്തിലാണ്. രണ്ട് യുവാക്കളെ നമ്മൾ പരിചയപ്പെടുന്നു. ബെൻ എന്നും ജാക്ക് എന്നുമാണ് അവരുടെ പേര്. തിരക്ക് പിടിച്ച് എങ്ങോട്ടേക്കോ പോവാൻ വേണ്ടി അവരൊരു ടാക്സിയിൽ കയറി. ടാക്സിയിൽ കയറിയപ്പോഴാണ് പരസ്പരം ഇരുവരും കാണുന്നത്. കാറിൽ നിന്നിറങ്ങാൻ കൂട്ടാക്കാതെ രണ്ടുപേരും ടാക്സി ഡ്രൈവറോട് രണ്ടു വശത്തേക്ക് പോകണം എന്ന തരത്തിൽ പറഞ്ഞു. പിന്നാലെ പരസ്പരം അവർ വാക്കുതർക്കം തുടങ്ങി. ഒടുവിൽ ടാക്സി ഡ്രൈവർ തന്നെ ഇരുവരെയും ചവിട്ടിപ്പുറത്താക്കി ടാക്സിയും എടുത്തുപോയി. പിന്നാലെയാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ബെൻ യാഥാർത്ഥ്യത്തിൽ ഒരു കള്ളനാണ്. മികവുള്ള ഒരു കള്ളൻ. തെരുവിലൂടെ നടന്നു വരുന്നവരുടെ ദേഹത്ത് അവൻ കൂട്ടിയിടിക്കും. വിദഗ്ധമായി അവരുടെ പേഴ്സ് കരസ്ഥമാക്കും. അന്ന് അതുപോലെ തന്റെ കാമുകയെ കാണാൻ പുറപ്പെട്ട ഒരു വ്യക്തിയുമായി ബെൻ കൂട്ടിമുട്ടി. അയാളുടെ പേഴ്സും കൈവശപ്പെടുത്തി. കുറച്ചു കഴിഞ്ഞതും പേഴ്സ് തുറന്ന് അതിൽ നിന്ന് പണമെടുത്ത് പോക്കറ്റിലാക്കിയ ബെൻ പേഴ്സ് ട്രാഷിൽ കളഞ്ഞു. ആ സമയം പേഴ്സിൽ നിന്ന് അയാളുടെ ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോ താഴെ വീണു. ഫോട്ടോ ബെന്നെടുത്തു. മിയ എന്നായിരുന്നു ആ ലേഡിയുടെ പേര്. ഫോട്ടോ കണ്ടതും ബെന്നിന് അവളെ ഇഷ്ടപ്പെട്ടു. യാദൃച്ഛികമെന്ന് പറയട്ടെ, ബെന്നിനധികം വൈകാതെ മിയയെ മീറ്റ് ചെയ്യാനായി. ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്ന് അവൾ പുറത്തേക്ക് വരികയായിരുന്നു. ബെൻ അവളെ പിന്തുടർന്നു. അവൾ ഒരു കഫേയിലേക്ക് കയറിയിരുന്നു. വളരെ വിദഗ്ധമായി അവളുടെ ഫോൺ കരസ്ഥമാക്കിയ ബെൻ അത് തിരിച്ചു കൊടുക്കാനെന്ന ഭാവത്തിൽ അവളുടെ അടുത്തെത്തി. വീണ് കിട്ടിയ ഫോൺ കൊടുക്കാൻ പോയ വ്യക്തിയാണല്ലോ. തീർച്ചയായും മിയ അവനോട് സംസാരിച്ചു. അവന് നന്ദി സൂചകമായ ഒരു ഡ്രിങ്കും വാങ്ങിക്കൊടുത്തു. ബെൻ ഇവിടുത്തുകാരനാണോ എന്ന മട്ടിൽ മിയ തിരക്കി. ബെൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തുകാരനല്ല. ന്യൂയോർക്കിൽ വന്നത് തന്നെ എന്റെ അച്ഛനെ കാണാനാണ്. എന്റെ അമ്മ ഗർഭിണിയായിരുന്നപ്പോ അച്ഛനമ്മയെ ഉപേക്ഷിച്ചു പോയി. ഞാൻ എന്റെ ജീവിതത്തിൽ അച്ഛൻ ഇതുവരെ കണ്ടിട്ടേയില്ല. മരിക്കാൻ നേരത്താണ് അമ്മ അച്ഛൻ ന്യൂയോർക്കിലുണ്ടാകുമെന്ന് പറഞ്ഞത്. അദ്ദേഹത്തെ അന്വേഷിച്ച് ഞാൻ ഇവിടെ എത്തിച്ചേർന്നു. ഈ കഥയൊക്കെ പറയുമ്പോഴും ബെൻ മിയെ തന്നെ വളരെയധികം അഡ്മയർ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ പ്രണയം നിറഞ്ഞ് അഡ്മയർ ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടം അവളിൽ നിന്ന് അവനും കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ബെൻ നേരത്തെ പേഴ്സ് മോഷ്ടിച്ച അതേ വ്യക്തിയുണ്ടല്ലോ, മിയയുടെ കാമുകൻ, അയാൾ അങ്ങോട്ടേക്ക് കടന്നു വന്നു. ബെൻ പതിയെ അവിടെ നിന്ന് വലിഞ്ഞു പോവാൻ നോക്കി. പക്ഷേ അയാളുടെ മുമ്പിൽപ്പെട്ട അവൻ ആകെയൊന്ന് പകച്ചിരുന്നു. മൊത്തത്തിൽ ഒരു ടെൻഷൻ. വന്ന വ്യക്തിയാകട്ടെ ബെന്നിന്റെ മുഖം മനസ്സിലാക്കി അവനാണ് ആ കള്ളനെന്ന് തിരിച്ചറിഞ്ഞു. സാവധാനം ബെന്നിന്റെ കൈപിടിച്ച് ബെന്നിനെ അയാൾ അവിടെ ഇരുത്തി. നെർവസായ ബെന്നാകട്ടെ ബില്ല് കൊടുത്ത് എങ്ങനെങ്കിലും അവിടെ നിറങ്ങാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷെ നോക്കുമ്പോ ബെന്നിന്റെ പേഴ്സ് കാണുന്നില്ല. സംഭവം എന്തെന്നാൽ മിയയുടെ ബോയ്ഫ്രണ്ട് അതിനോടകം ബെന്നിന്റെ പേഴ്സ് കരസ്ഥമാക്കിയിരുന്നു. ബെന്നിന്റെ പേഴ്സ് തുറന്ന് അത് കാലിയാണ് എന്ന തരത്തിൽ മിയയെ കാണിച്ചു കൊടുത്ത ശേഷം ബെന്നിനെ ഒന്ന് കളിയാക്കി പേഴ്സുമായി ബെന്നിന്റെ അടുക്കലേക്ക് എത്തി. ബെന്നിന് ദാനത്തോടെ കുറച്ച് പണം കൊടുക്കുന്ന മട്ടിൽ കുറച്ച് പണം ബെന്നിന്റെ പോക്കറ്റിലേക്ക് വെച്ചു. ബെന്നാകെ നാണം കെട്ടിരുന്നു. തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. ബെൻ അവിടെ നിന്ന് വലിഞ്ഞു പോവാൻ തുടങ്ങി. പെട്ടെന്ന് മിയയുടെ ബോയ്ഫ്രണ്ട് അവനെ വിളിച്ചു. പിന്നാലെ താക്കോലെടുത്ത് അവനിട്ട് കൊടുത്തു. പിന്നാലെയാണ് ചില ഫോട്ടോസ് ബോയ്ഫ്രണ്ടിന്റെ കയ്യിൽ മിയ ശ്രദ്ധിക്കുന്നത്. ബോയ്ഫ്രണ്ട് തന്നെ ചതിക്കുകയായിരുന്നു. മാത്രമല്ല അയാൾ ഒരു കള്ളനും കൂടിയാണ് എന്ന കാര്യം മിയ അവിടെ വെച്ച് മനസ്സിലാക്കി. അതിന്റെ പേരിൽ അവർ തമ്മിൽ ചെറിയ വാക്കുതർക്കവും നടന്നു. അധികം വൈകിയില്ല. അയാളെ വിട്ടെറിഞ്ഞ് മിയ അവിടെ നിന്നിറങ്ങി. മിയ പോയത് ബെന്നിന്റെ അടുത്തേക്കായിരുന്നു. കഥ അവിടെ നിന്നും ന്യൂയോർക്ക് നഗരത്തിലെ മറ്റ് രണ്ടുപേരിലേക്ക് തിരിയുന്നു. റിവിക്ക എന്നൊരു ലേഡിയെ നമ്മൾ പരിചയപ്പെടുന്നു. തന്റെ ഒരു ക്ലയന്റിന് വേണ്ടി ഡയമണ്ട് വാങ്ങാൻ വന്നതാണ് എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ജ്വല്ലറിയിൽ എത്തിയതായിരുന്നു അവൾ. വളരെയധികം തിരക്ക് പിടിച്ചാണ് അവൾ അത് നോക്കുന്നത്. അടുത്ത ദിവസം തന്റെ വിവാഹമാണ് എന്നവൾ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഒരു തരത്തിൽ ഡയമണ്ട് സെലക്ട് ചെയ്ത് വിലയൊക്കെ പറഞ്ഞുറപ്പിച്ച ശേഷം അവൾ ഭിത്തിയിലുണ്ടായിരുന്ന ഫോട്ടോ നോക്കി ഫോട്ടോയിലുള്ള കുട്ടികളെ പറ്റി ആ ജ്വല്ലറോട് ചോദിച്ചു. അവരെന്റെ മക്കളാണ് എന്നായിരുന്നു അയാളുടെ മറുപടി. എനിക്കുള്ളതെല്ലാം അവർക്കുള്ളതാണ്. അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു പോയതാണ്. പോകുമ്പോ അവൾ അവളുടെ തല മുട്ടയടിച്ചു. അവളൊരു കന്യാസ്ത്രീയായി മാറി. വിവാഹം ഒരു പാപമാണ് എന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കേട്ടതും റിവ്ക ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസപ്രകാരം വധുവാകാൻ പോകുന്നവരാണ് എപ്പോഴും തല മുണ്ടനം ചെയ്യുക. പിന്നാലെ അത് പ്രൂവ് ചെയ്യാനെന്ന മട്ടിൽ അവൾ തന്റെ വെക്കൂരി മാറ്റി. മുട്ടയടിച്ചിരുന്ന അവളുടെ തല ആ ജ്വല്ലർ നോക്കിക്കണ്ടു. ആ ഒരു നിമിഷം അവളോട് വല്ലാത്തൊരടുപ്പം അയാൾക്ക് തോന്നി. അയാളുടെ ഭാര്യ അയാളെ വിട്ടുപോവാനാണ് തല മുണ്ടനം ചെയ്തത്. ഇവിടെ ഒരാൾ ഭാര്യയാകുവാൻ വേണ്ടി തല മുണ്ടനം ചെയ്തിരിക്കുന്നു. അടുത്ത ദിവസം റിവ്കയുടെ വിവാഹമായിരുന്നു. അത്രമേൽ സന്തോഷത്തോടെ അവൾ വിവാഹിതയായി. ജ്വല്ലർ വിവാഹത്തിന് പോയിരുന്നു. പക്ഷേ അയാളുടെ പ്രണയം ഉള്ളിൽ കുടിച്ചുമൂടി.
കഥ അവിടെ നിന്നും ന്യൂയോർക്ക് നഗരത്തിലെ ഒരു ഫോട്ടോഗ്രാഫറിലേക്ക് തിരിയുന്നു. അവൾ ടാക്സിയിൽ കയറി ചുറ്റിക്കറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. ന്യൂയോർക്ക് നഗരത്തിന്റെ ഓരോ മുക്കും മൂലയും അവൾക്ക് എത്തിപ്പെടണം, മനോഹരമായ ചിത്രങ്ങൾ പകർത്തണം. അതായിരുന്നു അവളുടെ ലക്ഷ്യം. അവൾ സഞ്ചരിക്കാനിരുന്ന ക്യാബിലേക്കാണ് പെട്ടെന്ന് ജാക്ക് വന്ന് കയറുന്നത്. അവളെ കണ്ടതും പെട്ടെന്ന് ജാക്ക് ഒന്ന് ഞെട്ടിപ്പോയി. ചെറുതായി ഒന്ന് നാണം കെട്ട് അവൻ കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയെങ്കിലും അവൻ പോകുന്നത് വെസ്റ്റ് സൈഡിലേക്കാണെന്ന് മനസ്സിലാക്കി താനും പോകുന്നത് അങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞ് അവനെയും കൂടെ യാത്ര ചെയ്യാൻ ആ ഫോട്ടോഗ്രാഫർ അനുവദിച്ചു. അവളുടെ കാഴ്ചയിൽ പ്രണയം നിറഞ്ഞു നിന്നിരുന്നു. ജാക്കിനെ അവൾ നോക്കിക്കൊണ്ടേയിരുന്നു. അതിൽ അവളുടെ പ്രണയം വ്യക്തവുമായിരുന്നു. ആദ്യ കാഴ്ചയിലെ പ്രണയം. കഥ അവിടെ നിന്നും ഡേവിഡ് എന്ന ഒരു യുവാവിലേക്ക് തിരിയുന്നു. ഡേവിഡ് ഒരു കമ്പോസറാണ്. ജീവിതത്തിൽ എന്തെങ്കിലും സക്സസ് ആകും എന്ന് കരുതി മുമ്പോട്ട് ജീവിക്കുന്നു. ഒരു ദിവസം ഡേവിഡിന് തന്റെ ബോസിന്റെ സെക്രട്ടറി കമീലയിൽ നിന്നും ഒരു കോൾ എത്തി. കമീല പറഞ്ഞു, നിങ്ങളുടെ വർക്കിൽ ബോസ് അത്ര ഇംപ്രസ്ഡ് ഒന്നുമല്ല. ബോസ് നിങ്ങൾക്ക് ഒരു ബുക്ക് തന്നുവിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് വായിച്ച ശേഷം ഒന്നിൽ നിന്ന് തുടങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. കമീൽ പറഞ്ഞു. കമീല എത്തി ഡേവിഡിന്റെ ഫ്ളാറ്റിന് മുമ്പിൽ ആ ബുക്ക് ഡെലിവർ ചെയ്ത ശേഷം മടങ്ങിപ്പോയി. ഡേവിഡ് ആ ബുക്ക് കരസ്ഥമാക്കി അത് വായിക്കാൻ തുടങ്ങി. അത് തന്റെ ഭാവി മാറ്റിമറിക്കും എന്ന് ഡേവിഡ് വിശ്വസിച്ചിരുന്നു. പക്ഷേ കുറച്ച് വായിച്ചതും ഡേവിഡിന് പറ്റാതായി. ഡേവിഡ് കമീലയെ വിളിച്ചു. ഈ ബുക്ക് 800 പേജ് ഉണ്ട്. ഇതുവരേക്കും ഞാൻ 20 പേജ് എത്തിയിട്ടുള്ളൂ. ഇതിലാണെങ്കിൽ കുറെ കാൽക്കുലേഷൻസും മനസ്സിലാക്കാനുമൊക്കെ ഒരുപാടുണ്ട്. എങ്ങനെ വായിച്ചു തീർക്കാനാണ്? കമീലയുമായുള്ള തുടർച്ചയായ സംസാരം ഡേവിഡിന് അവളോട് ഒരു പ്രണയം സൃഷ്ടിച്ചിരുന്നു. അവളെ ഒന്ന് കാണാൻ കൊതിച്ച അവൻ അവളുടെ ഒരു ചിത്രം അയച്ചു തരാമോ എന്ന മട്ടിൽ അവളോട് ചോദിച്ചു. ഓക്കെ പറഞ്ഞ കമീലെ അവനൊരു ചിത്രം അയച്ചു കൊടുത്തു. പക്ഷേ അതിൽ അവളുടെ മുഖമുണ്ടായിരുന്നില്ല. പിന്നാലെ അവൾ പറഞ്ഞു, നീ ആ ബുക്ക് വായിച്ചു തീർത്താൽ ഞാൻ നേരിട്ട് വന്നെന്റെ മുഖം കാണിക്കാം. അത് വല്ലാത്തൊരു ഫയറായിരുന്നു ഡേവിഡിന്റെ ഉള്ളിൽ തീർത്തത്. പറ്റാവുന്ന രീതിയിലൊക്കെയും ആ ബുക്ക് വായിക്കാൻ ഡേവിഡ് ശ്രമിച്ചു. മണിക്കൂറുകളോളം അവൻ വായന തുടർന്നു. ഒടുവിൽ എത്ര നാളുകളെടുത്താണ് തനിക്ക് ഈ ബുക്ക് വായിച്ചു തീർക്കാൻ സാധിക്കുക എന്നവൻ കണക്ക് പോലും കൂട്ടി നോക്കി. പക്ഷേ ഇങ്ങനെ തുടർന്നാൽ ഒരിക്കലും ഇത് വായിച്ചു തീരാനേ പോകുന്നില്ല എന്നായിരുന്നു ഡേവിഡിന് തോന്നിയത്. ഒടുവിൽ അവൻ കമീലിനെ വിളിച്ചു. എന്നെ കൊണ്ട് ഈ ബുക്ക് വായിച്ചു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഈ ജോലി ഉപേക്ഷിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ്. ഒരു ഗുഡ് ബൈ പോലെയായിരുന്നു അവൻ അത് പറഞ്ഞത്. അധികം വൈകാതെ അവളിൽ നിന്ന് അവനൊരു മെസ്സേജ് എത്തി. അതിൽ അവൾ പറയുന്നുണ്ടായിരുന്നു, ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പോസേഴ്സിൽ ഒരാൾ ഈ ബുക്ക് 26 ദിവസം കൊണ്ട് വായിച്ചു തീർത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അത് ചെയ്തത് തനിച്ചായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. എപ്പോഴും അയാളുടെ കൂടെ നിന്ന് ഓരോ പേജും തീർക്കുവാനും പൂർത്തിയാക്കുവാനും അയാളെ ഹെൽപ്പ് ചെയ്ത ഒരു വിദ്യാർത്ഥി. ഒടുവിൽ അദ്ദേഹം അവളുമായി പ്രണയത്തിലായി. അവളെ തന്നെ വിവാഹവും കഴിച്ചു. ഇപ്പോൾ ഞാനും അത് തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ബുക്ക് ഫിനിഷ് ചെയ്യാൻ ഞാൻ നേരിട്ടെത്തി നിന്നെ ഹെൽപ്പ് ചെയ്യാം. തൊട്ടു പിന്നാലെ അവൾ പറഞ്ഞു, ഞാനിപ്പോൾ നിങ്ങളുടെ ഫ്ളാറ്റിന്റെ മുമ്പിലുണ്ട്. ഡേവിഡിന്റെ ഹൃദയമിടിപ്പ് കൂടി. ഓടിച്ചെന്ന് അവൻ വാതിൽ തുറന്നു. വാതിലിന് വെളിയിൽ അവൾ ഉണ്ടായിരുന്നു. കമീലയെ ഡേവിഡ് നോക്കിക്കണ്ടു. അവളുടെ ഭംഗിയിൽ അവനൊരു നിമിഷം സ്തംഭിച്ചു നിന്നിരുന്നു. ആ ഒരു നിമിഷത്തിൽ ബുക്ക് തീർക്കണമെന്നല്ല, കമീലിനെ വിവാഹം കഴിക്കണം എന്നായിരുന്നു അവന് തോന്നിയത്. കഥ അവിടെ നിന്നും നഗരത്തിലെ ഒരു റൈറ്ററിലേക്ക് തിരിയുന്നു. നഗരത്തിലെ ഒരിടത്ത് ആ റൈറ്റർ ഒരു സിഗരറ്റ് ഒക്കെ പുകച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്കൊരു പെൺകുട്ടി കടന്നു വന്നത്. അവളെത്തി റൈറ്ററോട് ഒരു ലൈറ്റർ ചോദിച്ചു. സിഗരറ്റ് കത്തിക്കാനായിരുന്നു. റൈറ്റർ ഒട്ടും മടിച്ചില്ല. ലൈറ്റർ എടുത്ത് സിഗരറ്റ് കത്തിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നാലെ ആ പെൺകുട്ടി ഒന്ന് ട്യൂണിടാൻ ആരംഭിച്ചു. താൻ എഴുതിയ മികച്ച പ്രണയശകലങ്ങളും നോവലിൽ നിന്നുള്ള കാര്യങ്ങളും കവിതയും ഒക്കെ പറഞ്ഞ് അവളെ വളയ്ക്കാൻ വേണ്ടി റൈറ്റർ പരമാവധി നോക്കി. പക്ഷേ ഒടുവിലാണ് റൈറ്റർ ഞെട്ടിപ്പോയത്. അവള് പറഞ്ഞു, ഞാനൊരു വേശ്യയാണ്. അയാള് പറഞ്ഞ കാര്യങ്ങളൊന്നും അവളെ ഏശിയിരുന്നു കൂടിയില്ല. അവള് തന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്തു കൊടുത്തു. ആവശ്യമുള്ളപ്പോ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. റൈറ്റർ ഇളിപ്പിനായി ഒന്ന് നിന്നുപോയി. കഥ അവിടെ നിന്നും റിക്കിലേക്ക് തിരിയുന്നു. 17 വയസ്സുകാരൻ ഫാർമസി സ്റ്റുഡന്റ്. പ്രോം നൈറ്റിന്റെ മുമ്പ് റിക്കിന്റെ ഗേൾഫ്രണ്ട് ചെറുതായിട്ട് അവനെ ഒന്ന് ചതിച്ചിട്ട് പോയി. പാവം റിക്ക്. പ്രോം നൈറ്റിന് പോകുവാനിപ്പോ ഗേൾഫ്രണ്ട് പോലുമില്ല. ഹൃദയം തകർന്ന അവന് എന്തു ചെയ്യണമെന്ന് വരെ ഒരു പിടുത്തമുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവൻ താൻ വർക്ക് ചെയ്യുന്ന ഫാർമസിയിൽ ചെന്ന് ഫാർമസിസ്റ്റിന്റെ അടുത്ത് ആ കാര്യം പറയുന്നത്. ഉടൻ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എന്റെ മോളെ നീ പ്രോം നൈറ്റിന് നിന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോക്കോ. നിന്റെ എക്സ് അത് കണ്ട് ശരിക്കൊന്ന് അസൂയ പെടട്ടെ. ഫാർമസിസ്റ്റ് റിക്കിന് തന്റെ മകളുടെ ഫോട്ടോ കാണിച്ചതും റിക്ക് അതിശയിച്ചു. അവൾ അത്രമേൽ സുന്ദരിയായിരുന്നു. അടുത്ത ദിവസം ഒരു കാറൊക്കെ റെന്റിനെടുത്ത് അണിഞ്ഞൊരുങ്ങി അവളെ കൂട്ടാൻ റിക്ക് എത്തി. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ആ കാഴ്ച കണ്ട് റിക്ക് ഞെട്ടിത്തെറിച്ചു പോയത്. കാണാൻ അവൾ അത്രമേൽ സുന്ദരിയൊക്കെയാണെങ്കിലും അവൾ വീൽ ചെയറിലായിരുന്നു. പക്ഷേ എന്നിരുന്നാലും റിക്ക് പിന്തിരിഞ്ഞില്ല. അവളെ കൂട്ടി പ്രോം നൈറ്റിന് പോയി. പോകുന്ന വഴിക്ക് തന്റെ എക്സ് ഗേൾഫ്രണ്ടിനെയും അവളുടെ പുതിയ ബോയ്ഫ്രണ്ടിനെയും റിക്ക് കണ്ടു. തന്റെ കൂടെയുണ്ടായിരുന്ന
ഫാർമസിസ്റ്റിന്റെ മകളെ തന്റെ ഗേൾഫ്രണ്ട് എന്ന മട്ടിൽ തന്റെ എക്സ് ഗേൾഫ്രണ്ടിന് അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇരുവരും പ്രോംനേറ്റിന്റെ വേദിയിലേക്ക് കടക്കുമ്പോ എല്ലാവരുടെയും കണ്ണുകൾ അവരുടെ മേലായിരുന്നു. അപ്പോഴാണ് അവൾ പറയുന്നത്, എനിക്ക് ഡാൻസ് ചെയ്യണം. റിക്ക് ആദ്യമൊന്നും മടിച്ചിരുന്നു, എന്തു ചെയ്യുമെന്നറിയില്ല. ഒടുവിൽ ഒരു തരത്തിൽ ഡാൻസിനുള്ള അവസരമൊരുക്കി അവളെ കൂടെ നിർത്തി ഒന്നിച്ച് ഡാൻസ് ചെയ്തു. വല്ലാത്തൊരു ഇമോഷനിലൂടെ അവൻ കടന്നുപോയ സമയമായിരുന്നു അത്. പ്രോംനേറ്റ് കഴിഞ്ഞപ്പോഴോ അവന്റെ കൂട്ടുകാര് നെയ്സായി അവനെ പുറത്താക്കി കാറുമായി കടന്നു കളഞ്ഞു. കയ്യിലാണെങ്കിൽ ആകെയുള്ളത് ഒരു വൈൻ ബോട്ടിലാണ്. റിക്കിന്റെ കൂടെ വന്ന പെൺകുട്ടി റിക്കിനെ സമാധാനിപ്പിച്ചു. നമുക്കിവിടെ കുറച്ചു നേരം ഇരിക്കാമെന്ന് പറഞ്ഞു. അവരാ ക്യാമ്പസിലെ ഒരു ബെഞ്ചിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഒപ്പം വൈനും കുടിച്ചു. അവർ തമ്മിലുള്ള സംസാരം റിക്കിന് വലിയ ആശ്വാസമായിരുന്നു. അവളുടെ നല്ല സ്വഭാവവും അവളുടെ വാക്കുകളുമൊക്കെ റിക്കിന് വല്ലാത്തൊരു ആശ്വാസം പകർന്നു. പതിയെ പതിയാണെങ്കിലും അവളുടെ ക്യാരക്ടർ അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവളെ അവൻ ആത്മാർത്ഥമായി പ്രണയിക്കാൻ തുടങ്ങി. പക്ഷേ കുടിച്ചു കുടിച്ച് ഗാർഡനിൽ കിടന്നായിരുന്നു അവരൊന്ന് മയങ്ങിപ്പോയത്. പിറ്റേന്ന് പുലർച്ചെ എഴുന്നേക്കുമ്പോ ഇരുവരും ഗാർഡനിൽ അങ്ങനെ കിടക്കുകയാണ്. അടുത്ത ദിവസം ഞെട്ടലോടെ എഴുന്നേറ്റ് റിക്ക് അവളെ വീൽചെയറിലേക്ക് ഇരുത്തി അവിടെ നിന്ന് വേഗത്തിൽ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിലേക്ക് അവളെ എത്തിക്കുമ്പോഴേക്കും അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു. ഫാർമസിസ്റ്റ് തന്നോട് ദേഷ്യപ്പെടുമോ എന്നൊക്കെയായിരുന്നു അവൻ ചിന്തിച്ചത്. ഒടുവിൽ അവളുടെ വീടിന് മുമ്പിൽ അവൻ എത്തി. അപ്പോഴേക്കും അവളുടെ അച്ഛൻ ഫാർമസിസ്റ്റും പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ അപ്പോഴാണ് റിക്കിലേക്ക് ഞെട്ടിക്കുന്ന അനുഭവം വന്നെത്തിയത്. വീൽചെയറിലിരിക്കുകയായിരുന്ന ആ പെൺകുട്ടി അതിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു നീങ്ങാൻ തുടങ്ങി. മനോഹരമായി അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൾക്ക് കാലിന് കുഴപ്പമൊന്നുമില്ല, അവൾ ഒരു ആക്ട്രസ് ആണെന്നും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും മറ്റുമായി അഭിനയിച്ചങ്ങനെ വീൽചെയറിൽ വന്നതാണെന്നും അവളുടെ അച്ഛൻ അവനോടായി പറഞ്ഞു. അതറിഞ്ഞതും റിക്കിന്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമുണ്ടാകുന്നുണ്ട്. താൻ പ്രണയിക്കുന്ന പെൺകുട്ടി തീർത്തും നോർമലാണ്. അവളുമായുള്ള ജീവിതം അവനിപ്പോൾ സ്വപ്നം കാണുന്നു. കഥ അവിടെ നിന്നും ജാക്കിലേക്ക് തിരിയുന്നു. ജാക്ക് ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു. അവളുമായി കുറച്ചു സമയം ഒന്നിച്ചു ചെലവഴിച്ചിരുന്നു. വീണ്ടും ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞിട്ടാണ് ഇരുവരും വന്നു പിരിഞ്ഞിരുന്നത്. ജാക്ക് അങ്ങോട്ടേക്ക് പുറപ്പെടുമ്പോ മറുവശത്ത് ആ ലേഡിയും അങ്ങോട്ടേക്കുള്ള യാത്രയിലായിരുന്നു. പക്ഷേ അവളെന്തോ വല്ലാതെ പാനിക്കാണ്. ജാക്കിനെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും സമയം ചിലവഴിച്ചിട്ടുണ്ടെങ്കിലും അവനിപ്പോഴും തനിക്കൊരു സ്ട്രേഞ്ചറാണ്. ഇത് വേണോ വേണ്ടയോ അവളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ നിറഞ്ഞു. ഒടുവിൽ ഇടയ്ക്കൊക്കെ അവൾ പോവണ്ടെന്ന് പോലും കരുതി. പക്ഷേ പിന്നെ തന്നെ പറഞ്ഞു, ഇത് അവസാനമാണ്, ഞാനിനി അവനെ കാണുകയേയില്ല. ജാക്ക് അപ്പോഴേക്കും റെസ്റ്റോറന്റിലെത്തിയിരുന്നു. ജാക്ക് അവിടെ കുറേയധികം നേരം കാത്തുനിന്നു. അവൾ വരുമ്പോ അവളോട് പ്രണയം പറയണം, അവളുടെ ഒപ്പം ജീവിക്കണം. പല ചിന്തകൾ അവന്റെ ഉള്ളിലൂടെ കടന്നുപോയി. പക്ഷേ ഏറെ നേരം പിന്നിട്ടിട്ടും അവൾ വരുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു പോയിട്ടും ആരും എത്തിയില്ല. ഒടുവിൽ നിരാശനായി ജാക്ക് ആ റെസ്റ്റോറന്റ് വിട്ട് പുറത്തേക്കിറങ്ങി. പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടിരുന്ന അവൻ ഒരു ടാക്സിക്ക് കൈകാണിച്ചു നിർത്തി. പക്ഷെ പെട്ടെന്ന് ജാക്ക് അവളെ കണ്ടു. അവളതാ അവന്റെ തൊട്ടടുത്തായി വന്നു നിൽക്കുന്നു. കൺഫ്യൂഷനൊക്കെ മാറ്റിവെച്ച് അവൾ എത്തിച്ചേർന്നതായിരുന്നു. അവൾ അവനെ നോക്കി ചിരിച്ചു. അവനെ കണ്ടതും ഉള്ളിലെ ഫീലിംഗ്സ് മറച്ചുവെക്കാൻ അവൾക്ക് സാധിച്ചില്ല. അവൾ ആ ക്യാബിലേക്ക് കയറി. പിന്നാലെ ജാക്കും കയറി. അവൾ അവനോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. കഥ അവിടെ നിന്നും ഫോട്ടോഗ്രാഫറിലേക്ക് തിരിയുന്നു. ഫോട്ടോഗ്രാഫർ അന്നൊരു കഫേയിൽ വന്നിരിക്കുകയാണ്. പഴയ റൈറ്റർ എപ്പോഴും വന്നിരിക്കാറുള്ള അതേ കഫ തന്നെ. ഇടയ്ക്കൊക്കെ നാണം കലർന്ന ഒരു നോട്ടം ഇരുവരും പരസ്പരം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫർ ഒന്ന് റെസ്റ്റ് റൂമിൽ പോയപ്പോ അവളുടെ ക്യാമറ ഓണാക്കി വെച്ചിട്ടായിരുന്നു പോയത്. റൈറ്റർ ക്യാമറക്ക് മുമ്പിൽ വന്ന് പറയാനുള്ളതൊക്കെ പറയും പോലെ ആംഗ്യങ്ങൾ കാട്ടി തന്റെ എഴുത്തുകൾ ക്യാമറക്ക് മുമ്പിൽ കാണിച്ചു. താൻ എത്രമാത്രം ആ ഫോട്ടോഗ്രാഫറെ അഡ്മയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ തന്റെ പോയറ്റിക് രീതിയിൽ അയാൾ പറയുന്നുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫർ തിരികെ വന്നപ്പോഴേക്കും റൈറ്റർ അവിടുന്ന് പോയി. അന്ന് വേശ്യയായ ആ സ്ത്രീക്കടുത്ത് സംഭവിച്ച ആ അബദ്ധമുണ്ടല്ലോ, അത് വീണ്ടും തുടരരുത്, അല്ലെങ്കിൽ അമളി പറ്റരുത് എന്നൊരുപക്ഷെ അയാൾക്കുണ്ടായിരിക്കണം. അതാകും അയാൾ അവിടുന്ന് പോയത്. കഥ അവിടെ നിന്നും ഒരച്ഛനിലേക്കും ടി എ എന്ന് പേരുള്ള അദ്ദേഹത്തിന്റെ മകളിലേക്കും തിരിയുന്നു. ആ അച്ഛനെ സംബന്ധിച്ചിടത്തോളം തന്റെ മകളായിരുന്നു അദ്ദേഹത്തിനെല്ലാം. തന്റെ ഭാര്യയുമായി അദ്ദേഹം പിരിഞ്ഞു ജീവിക്കുകയാണ്. ഭാര്യ അലോ ചെയ്യുന്ന ദിവസം മാത്രമേ ടി എയെ കാണാനും പുറത്തു കൊണ്ടുപോവാനുമൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നുള്ളൂ. അവൾ ഇഷ്ടപ്പെട്ടിരുന്ന ഹോട്ട് ഡോഗ് ഒക്കെ അദ്ദേഹം വാങ്ങിക്കൊടുത്തു. അവളുടെ അമ്മ കഴിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഭക്ഷണമാണ് അത്. അങ്ങനെ വാട്ടർ ഫൗണ്ടൈൻ അടുത്തിരുന്ന് ടിയെ കളിച്ചുകൊണ്ടിരിക്കെ അവളുടെ അമ്മയെ അറിയാവുന്ന കുറച്ച് കൂട്ടുകാർ അവിടെ എത്തി. ടിയയുടെ അച്ഛനെ ജോലി തിരക്കും മറ്റും കാരണം അവളുടെ അമ്മ ഹയർ ചെയ്ത ഹെൽപ്പറായിരിക്കും എന്ന മട്ടിലായിരുന്നു അവർ നോക്കിക്കണ്ടത്. അദ്ദേഹം അത് തിരുത്താനും പോയില്ല. ഉള്ളിൽ വേദന തോന്നിയെങ്കിലും അദ്ദേഹം അത് പുറമേ കാണിച്ചതുമില്ല. അന്ന് തിരികെ ടിയയെ അമ്മയുടെ അടുത്ത് എത്തിക്കുമ്പോ അയാൾ കുറച്ച് അപ്സെറ്റായി കാണപ്പെട്ടിരുന്നു. അവളെപ്പോഴും ഹോട്ട് ഡോഗ് കഴിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ അമ്മ അവളെ ചീത്ത പറഞ്ഞു. ടിയയെ കൂടുതൽ ഡിസിപ്ലിനോടെ വളർത്താനാണ് എനിക്കിഷ്ടം എന്ന മട്ടിലൊക്കെ ടിയയുടെ അമ്മ അവളുടെ അച്ഛനോടും ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ വളരെ ജെന്റിലായി അദ്ദേഹം ടിയയെ
ടിയയുടെ അമ്മയോട് പറഞ്ഞു അവൾക്കിപ്പോ വേണ്ടത് ഒരമ്മയുടെ സ്നേഹമാണ്, അല്ലാതെ കർശന നിയന്ത്രണങ്ങളല്ല. അമ്മയ്ക്കത് കുറച്ച് നാണക്കേട് പോലെ തോന്നിയിരുന്നു. എന്നിരുന്നാലും അടുത്ത ദിവസവും ടിയെ ഒന്ന് നോക്കാമോ എന്നവർ ടിയയുടെ അച്ഛനോട് ചോദിച്ചു. അദ്ദേഹത്തിന് അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസം ടിയെ കൂട്ടി അദ്ദേഹം പോയത് അദ്ദേഹത്തിന്റെ ഷോ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു. അന്ന് ടിയ കാണികൾക്കിടയിൽ നിന്ന് തന്റെ അച്ഛന്റെ പെർഫോമൻസ് കണ്ടു. ആളുകൾ അച്ഛനെ പുകഴ്ത്തുന്നതും കരഘോഷം മുഴക്കുന്നതും അവൾ നോക്കിക്കണ്ടു. ടിയക്ക് വലിയ സന്തോഷം തോന്നിയിരുന്നു. മകളുടെ സന്തോഷത്തിൽ അദ്ദേഹവും അഭിമാനിച്ചു. കഥ അവിടെ നിന്നും ഒരു പെയിന്ററിലേക്ക് തിരിയുന്നു. പതിവ് പോലെ തന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ അദ്ദേഹം അടുത്തുള്ള ഒരു ഷോപ്പിലെത്തി. അല്പം പ്രായമുള്ള വ്യക്തിയാണ്. ഷോപ്പിൽ വെച്ച് നല്ല ഭംഗിയുള്ള ഒരു തായ് പെൺകുട്ടി അദ്ദേഹം നോക്കിക്കണ്ടു. ആദ്യ നോട്ടത്തിൽ തന്നെ അവളുടെ ഭംഗിയിൽ അദ്ദേഹം വീണുപോയിരുന്നു. അവിടെ നിന്ന് തൊട്ടടുത്ത റെസ്റ്റോറന്റിൽ പോയി അയാൾ ഒരു നാപ്കിൻ വാങ്ങി. അതിൽ വളരെ പെട്ടെന്ന് അവളുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്നതിന് മുമ്പേ അവളുടെ ഒരു സ്കെച്ച് അദ്ദേഹം ഉണ്ടാക്കി. അന്ന് വീട്ടിലെത്തിയ അദ്ദേഹം ആ ചെറിയ സ്കെച്ച് വളരെ വലിയൊരു പോർട്രേറ്റ് ആക്കി വലിയൊരു ഫ്രെയിമിലേക്ക് വരച്ചു. പക്ഷെ അതിന്റെ കണ്ണുകൾ മാത്രം വരച്ചിരുന്നില്ല. ആ ഒരു നിമിഷത്തിൽ ആ തായ് പെൺകുട്ടിയുടെ ഫീച്ചേഴ്സുമായി അഗാധമായ ഒരു പ്രണയം തനിക്ക് രൂപപ്പെട്ടിരിക്കുന്നു എന്നയാൾ തിരിച്ചറിഞ്ഞു. അടുത്ത ദിവസം തെരുവിലൂടെ അവൾ നടക്കുമ്പോൾ അദ്ദേഹം അവളെ ഫോളോ ചെയ്തു. ഒടുവിൽ ധൈര്യം സംഭരിച്ച് അവളുടെ അടുത്തെത്തി ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ ചിത്രം പൂർണ്ണമായൊന്ന് വരച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിന് നിങ്ങൾക്ക് സമ്മതമാണോ? ആ തായ് പെൺകുട്ടിക്ക് അതിശയം തോന്നി. എന്തുകൊണ്ട് അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്തു? അതായിരുന്നു അവളുടെ ചിന്ത. അദ്ദേഹത്തിന് പക്ഷെ അതെങ്ങനെ മറുപടി കൊടുക്കണം, വിശദീകരിക്കണം എന്നറിവില്ലായിരുന്നു. ഒരിക്കൽ കൂടി തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരാനും പെയിന്റ് ചെയ്യാൻ അനുവദിക്കാനും അദ്ദേഹം അപേക്ഷിച്ചു. തന്റെ അഡ്രസ് എഴുതി അവൾക്ക് കൊടുത്ത് ആലോചിക്കാൻ പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് പോന്നു. അവൾ അന്ന് ആലോചിച്ചു. അന്ന് തന്റെ ഷോപ്പിലെ ഓണർ ഉറങ്ങിയ സമയത്ത് അവൾ പുറത്തിറങ്ങി നേരെ പെയിന്ററുടെ അപ്പാർട്ട്മെന്റ് ലക്ഷ്യമാക്കി നടന്നു. പക്ഷെ അവിടെ എത്തിയ അവൾ ഞെട്ടലോടെയായിരുന്നു അത് മനസ്സിലാക്കിയത്. പ്രായമേറിയ പെയിന്റർ മരണപ്പെട്ടിരിക്കുന്നു. വീട്ടുടമസ്ഥൻ അവിടെ സാധനങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നിരാശയോടെ അവൾ അവിടെ നിന്ന് പോവാനായി തുടങ്ങി. അപ്പോഴാണ് അവൾ അത് കാണുന്നത്. നാപ്കിനിൽ അദ്ദേഹം വരച്ചിരുന്ന തന്റെ മുഖത്തിന്റെ ചിത്രം. പക്ഷെ അതിലും കണ്ണുകൾ പൂർത്തിയാക്കിയിട്ടില്ല. ഒരുപക്ഷെ അത് വരയ്ക്കാനായിരിക്കും അദ്ദേഹം വിളിച്ചത്. അവൾ ചിന്തിച്ചു. അവൾ ആ നാപ്കിനെടുത്ത് തിരികെ വീട്ടിലെത്തി. തന്റെ പഴയൊരു ഫോട്ടോ എടുത്ത് അതിൽ നിന്ന് കണ്ണുകൾ മാത്രം വെട്ടിയെടുത്ത് ആ ചിത്രത്തിൽ ചേർത്തൊട്ടിച്ചു. അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. പെയിന്റർ ആഗ്രഹിച്ച രീതിയിൽ അത് പൂർത്തിയാക്കാൻ തനിക്ക് സാധിച്ചല്ലോ എന്നൊരു സന്തോഷമായിരിക്കാം അതിന് കാരണം. കഥ അവിടെ നിന്നും വെൽ ഡ്രസ്ഡപ്പായ ഒരു മനുഷ്യനിലേക്ക് തിരിയുന്നു. അയാൾ ഒരു ഫാൻസി റെസ്റ്റോറന്റിന്റെ മുമ്പിൽ നിന്നാർക്കോ ഫോൺ ചെയ്യുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു ലേഡി ഇറങ്ങി വന്നത്. അവർ ലൈറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചു. ലൈറ്റർ എടുത്ത് അവരുടെ സിഗരറ്റ് അദ്ദേഹം കത്തിച്ചു കൊടുത്തു. ആ ലേഡി വലിയ അട്രാക്ഷനോടെ ആ മനുഷ്യനെ നോക്കിക്കണ്ടിരുന്നു. ഒട്ടും മടിക്കാതെ ആ ലേഡി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എന്റെ ഭർത്താവിനെ പ്രണയിക്കുന്നൊന്നുമില്ല. എനിക്ക് അയാളോട് വലിയ സ്നേഹം തോന്നുന്നില്ല. പക്ഷെ നിങ്ങളെ കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു അടുപ്പം പ്രണയം തോന്നുന്നു. ആ മനുഷ്യനത് വിശ്വസിക്കാൻ പറ്റിയില്ല. അത്രയും ഭംഗിയുള്ളൊരു സ്ത്രീ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എക്സൈറ്റഡ് ആയ അദ്ദേഹം അവൾക്കൊപ്പം ഒരു ഡേറ്റിന് പോവാമെന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ആ ലേഡി ചിരിച്ചു. അയാളോട് പറഞ്ഞു, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ്. ചിരിയോടെ തന്നെ അദ്ദേഹത്തോട് ബൈ പറഞ്ഞ് ആ സ്ത്രീ തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് നടന്നകന്നു. ആ മനുഷ്യൻ ഒരു ഞെട്ടലോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷത്തെ പ്രണയം അതവിടെ അവസാനിച്ചിരിക്കുന്നു. കഥ അവിടെ നിന്നും മറ്റൊരു കപ്പിൾസിലേക്ക് തിരിയുന്നു. അവരുടെ ബന്ധം തെറ്റിപ്പിരിയുന്നതിന്റെ വക്കിലായിരുന്നു. ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ടിന് വേണ്ട സമയവും പരിഗണനയും കൊടുക്കുന്നില്ല. അയാൾ എപ്പോഴും അയാളെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നായിരുന്നു ഗേൾഫ്രണ്ടിന്റെ പരാതി. എല്ലാം അവസാനിപ്പിച്ചു പോവാൻ ഞാനിപ്പോൾ തയ്യാറാണ്, അവൾ അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷെ അവളെ ഞെട്ടിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അദ്ദേഹം അവളെയും കൂട്ടി ഒരു ട്രാവൽ ഏജൻസിയിലേക്ക് പോയി. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് റോം സന്ദർശിക്കുക എന്നതാണ്. അദ്ദേഹം ഇത്രനാളും ആ ഒരു പ്ലാനിങ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നറിഞ്ഞതും അവളുടെ ഹൃദയം തണുത്തു. താൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു എന്നവൾ തിരിച്ചറിഞ്ഞു. തന്റെ ആഗ്രഹം നിറവേറ്റാൻ അദ്ദേഹം ഇത്രനാളും കഷ്ടപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയതും അദ്ദേഹം താൻ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ തന്നെ പ്രണയിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ അവൾ അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. കഥ അവിടെ നിന്നും വൃദ്ധരായ ഒരു കപ്പിളിലേക്ക് തിരിയുന്നു. 80കളിലുള്ള അവർ അവരുടെ 63ാമത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇരുവരും കൈകോർത്തു പിടിച്ച്
അവിടുണ്ടായിരുന്ന ഒരു ബീച്ച് സൈഡിലേക്ക് എത്തി. അവരുടെ പ്രണയം തുടങ്ങിയ അതേ ഇടത്തേക്ക് അവരുടെ കണ്ണുകളിൽ അപ്പോഴും അന്നത്തെ ആ പ്രണയ നിമിഷങ്ങൾ തുടിക്കുന്നുണ്ടായിരുന്നു. അവർ ഒന്നിച്ച് ഓർമ്മകളിൽ മുഴുകി അവിടെ തന്നെ നിന്നു. ഇതെല്ലാം തന്നെ ക്യാമറയിലൂടെ ഫോട്ടോഗ്രാഫർ പകർത്തിയെടുക്കുന്നുണ്ടായിരുന്നു. ന്യൂയോർക്ക് നഗരത്തിൽ നടക്കുന്ന സ്നേഹത്തെ സംബന്ധിക്കുന്ന, പ്രണയത്തെ സംബന്ധിക്കുന്ന ഈ കഥകളൊക്കെയും ഫോട്ടോഗ്രാഫർ, ആ വീഡിയോഗ്രാഫർ തന്റെ വീഡിയോ ക്യാമറയിലൂടെ പകർത്തിയെടുത്തതാണ്. ഓരോ കഥയും ചെറുതെന്ന് തോന്നുമെങ്കിലും ഒരുപാട് വലിപ്പമുള്ളതാണ്. എത്രയെത്ര മനുഷ്യർ, എത്രയെത്ര ജീവിതങ്ങൾ, എത്രയെത്ര കാഴ്ചപ്പാടുകൾ, എത്രതരം പ്രണയങ്ങൾ, ഓരോന്നും വിഭിന്നമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ന്യൂയോർക്ക് നഗരം വീണ്ടും പുതിയ ആളുകളിലൂടെ കടന്നുപോകുന്നു. പുതിയ പ്രണയങ്ങളിലൂടെ ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ചെറുചിത്രങ്ങൾ കോർത്തുവെച്ച ഈ വലിയൊരു സിനിമ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.